ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമുക്കിന്ന് വീഡിയോ 59 ആണ് അടുത്തത്. നമ്മുടെ ഹീറ്റ് ഇക്വേഷൻ ആണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിത്ത് ഹോമോജീനിയസ് ബൗണ്ടറി കണ്ടീഷൻ ആൻഡ് ഇനീഷ്യൽ കണ്ടീഷൻ ഈസ് ഓൾസോ ഗിവൺ. സോ ദാറ്റ്സ് നോട്ട് ഹോമോജീനിയസ് ഇനീഷ്യൽ കണ്ടീഷൻ തന്നിട്ടുണ്ട്. എന്നിട്ട് അതിനെ സോൾവ് ചെയ്യാൻ നമ്മൾ ഒരു പ്രത്യേക സ്റ്റെപ്പ് വരെയും ചെയ്തു, ഇടം വരെയും ചെയ്തു എന്ന് നമുക്കൊന്ന് ഓടിച്ച് പറയാം. നമ്മുടെ ഹീറ്റ് കണ്ടക്ഷൻ പ്രോബ്ലം എന്തായിരുന്നു? യു ടി മൈനസ് കെ യു എക്സ് എക്സ് ഈക്വൽ ടു 0 ആൻഡ് ദ റോഡ് ഇസ് എ ഫൈനൈറ്റ് ലെങ്ത് ആണ്, ദറ്റ് ഈസ് ലെങ്ത് എൽ ആണ്, ദറ്റ് ഈസ് എക്സ് വേരീസ് ഫ്രം 0 to L. X represents a position, the point X, and U of xt represents the temperature at the point X at time t, where the road coincides with the x-axis. U of 0t equal to 0, U of lt equal to 0 എന്ന് പറയുന്നത് the boundary points of the road the temperature is 0, and U of x0 is equal to f of x പറയുന്നത് initial condition is given as initially when time t equal to 0 the temperature U of x0 is equal to f of x. These all conditions are given, and certain conditions ഒക്കെ ഇന്ന് സാറ്റിസ്ഫൈ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഇത് പ്രോബ്ലം ഈ റോഡിന് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താലേ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് നമ്മളിവിടെ സോൾവ് ചെയ്യാൻ ഉപയോഗിച്ച മെത്തേഡ് ദ മെത്തേഡ് ഓഫ് സെപ്പറേഷൻ ഓഫ് വേരിയബിൾസ് ആണ്. അതായത് യു ഓഫ് എക്സ് ടി ആണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ട സൊല്യൂഷൻ. അതിനെ ലെറ്റ് us assume യു ഓഫ് എക്സ് ടി ആസ് എക്സ് ഓഫ് എക്സ് ഇൻറ്റു ടി ഓഫ് ടി. യു ഇസ് എ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, എക്സ് ആൻഡ് ടി ആർ ദ ടു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് അല്ലേ. അതുകൊണ്ട് എക്സ് ഓഫ് എക്സ് ഇൻറ്റു ടി ഓഫ് ടി എന്ന് എടുത്തതിന് ശേഷം നമുക്ക് എക്സ് ഓഫ് എക്സും ടി ഓഫ് ടിയും കാണണം. അത് നമ്മൾ ഗിവൺ ഇക്വേഷനിലൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് രണ്ട് ഏഗൻ വാല്യൂ പ്രോബ്ലംസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. വൺ in terms of x of x, x capital X is a function of x small x and capital T is a function of small t. എന്നിട്ട് നമ്മൾ ആദ്യം ക്യാപിറ്റൽ എക്സ് കാണാനാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബൗണ്ടറി വാല്യൂ പ്രോബ്ലം നമ്മൾ എന്തായിട്ട് കണ്ടുപിടിച്ചു? ദാറ്റ് ഈസ് ആൻ ഏഗൻ വാല്യൂ പ്രോബ്ലം ആയിട്ട് കൺവേർട്ട് ചെയ്തു അല്ലേ. ആ ഏഗൻ വാല്യൂ പ്രോബ്ലം എന്തായിരുന്നു? ദാറ്റ് ഈസ് ഡി സ്ക്വയർ എക്സ് ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ലാംഡ എക്സ് ഈക്വൽ ടു 0, where x varies from 0 to L and x of 0 equal to x of L equal to 0. എന്താണ് ഒരു ഏഗൻ വാല്യൂ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ? എ നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഓഫ് ദ സിസ്റ്റം ആണ് ഏഗൻ ഫംഗ്ഷൻ ഓഫ് ദ പ്രോബ്ലം, ആൻഡ് ദ കറസ്പോണ്ടിങ് വാല്യൂ ഓഫ് ലാംഡയാണ് പറയുന്നത് ദ ഏഗൻ വാല്യൂ പ്രോബ്ലം എന്ന്. ദ ബൗണ്ടറി കണ്ടീഷൻ, നമ്മുടെ സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷനെ നമ്മൾ ബൗണ്ടറി കണ്ടീഷൻസിനെ ഈ കേസിൽ പറയുന്നതാണ് ഡിറിച്ലെറ്റ് ബൗണ്ടറി കണ്ടീഷൻ. അപ്പോൾ ഇവിടെ നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻ എക്സ് ഓഫ് 0 ഈക്വൽ ടു 0, എക്സ് ഓഫ് എൽ ഇസ് ഈക്വൽ ടു 0യെ നമ്മൾ ഡിറിച്ലെറ്റ് ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ 9 നമ്മൾ എന്തായി കൺവേർട്ട് ചെയ്തു? എ സെക്കൻഡ് ഓർഡർ ലീനിയർ ഓർഡിനറി ഡിഫറൻഷ്യൽ വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻസ് അല്ലേ. അപ്പോൾ നമ്മുടെ ലാംഡയെ 3 കേസായിട്ട് എടുത്തിട്ട് ലാംഡ ലെസ് ദാൻ 0 എടുത്തു, ലാംഡ ഈക്വൽ ടു 0, ലാംഡ ഗ്രേറ്റർ ദാൻ 0. ലാംഡ നെഗറ്റീവ് ആയപ്പോൾ നമുക്ക് എക്സ് എന്തായിട്ട് കിട്ടി? ആൽഫ ഇ റേസ് ടു റൂട്ട് മൈനസ് ലാംഡ എക്സ് പ്ലസ് ബീറ്റ ഇ റേസ് ടു മൈനസ് റൂട്ട് മൈനസ് ലാംഡ എക്സ്. ആൽഫ ആൻഡ് ബീറ്റ ആർബിട്രറി. ലാംഡ ഈക്വൽ ടു 0യ്ക്ക് എക്സ് ആൽഫ പ്ലസ് ബീറ്റ എക്സും, ലാംഡ പോസിറ്റീവ് ആകുമ്പോൾ എക്സ് ക്യാപിറ്റൽ എക്സ് ഇസ് ഈക്വൽ ടു ആൽഫ കോസ് റൂട്ട് ലാംഡ എക്സ് പ്ലസ് ബീറ്റ സൈൻ റൂട്ട് ലാംഡ എക്സ് എന്ന് കിട്ടി. ഈ കേസിലെല്ലാം ആൽഫയും ബീറ്റയും നമ്മുടെ ആർബിട്രറി കോൺസ്റ്റൻസ് ആണ്. ഇത്രയാണ് നമ്മൾ ഇന്നലെ ചെയ്തത്. ഇനി നമ്മൾ വീഡിയോ 59ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലാംഡ എല്ലാം റിയൽ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. വി ഡു നോട്ട് കൺസിഡർ ദ കോംപ്ലക്സ് കേസ്. കോംപ്ലക്സ് കേസ് നമ്മൾ ഒരിക്കലും കൺസിഡർ ചെയ്യില്ല. അപ്പോൾ നമുക്കിനി നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻ ഉണ്ടല്ലോ, എക്സ് ഓഫ് 0 ഈക്വൽ ടു 0, എക്സ് ഓഫ് എൽ ഈക്വൽ ടു 0, അത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ജനറൽ സൊല്യൂഷൻ ഓരോ കേസിനും കണ്ടുപിടിക്കാം. ആദ്യത്തെ കേസ് നമ്മൾ എടുത്തിരിക്കുന്ന വെൻ ലാംഡ ലെസ് ദാൻ 0. അപ്പോൾ ദ ജനറൽ സൊല്യൂഷൻ ക്യാൻ ബി റിട്ടൺ ഇൻ എ മോർ കൺവീനിയൻറ്റ് ഫോം. അപ്പോൾ നമ്മൾ അവിടെ സൊല്യൂഷൻ എഴുതി വെച്ചിരിക്കുന്ന ഇ റേസ് ടു മൈനസ് റൂട്ട് മൈനസ് ലാംഡ എക്സും ഇ റേസ് ടു റൂട്ട് മൈനസ് ലാംഡ എക്സിൻ്റെ ടേംസിലാണ് അല്ലേ. അപ്പോൾ അതിനെ കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ട് നമ്മൾ 2 എക്സ്പൊണൻഷ്യൽ ഫോംസിലേക്ക് എഴുതുക. ബിക്കോസ് നമുക്കറിയാം ഹൈപ്പർബോളിക് ഫങ്ഷൻസ് ആയ സൈൻ എച്ച് റൂട്ട് മൈനസ് ലാംഡ എക്സും കോസ് എച്ച് റൂട്ട് മൈനസ് ലാംഡ എക്സിൻ്റെയും എക്സ് എന്ന് പറയുന്ന ഈ എക്സ്പൊണൻഷ്യൽ നമ്മൾ എഴുതിയിരിക്കുന്ന എക്സ്പൊണൻഷ്യൽ ഫങ്ഷൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ തന്നെയാണ് അല്ലേ, സൈൻ എച്ചും കോസ് എച്ചും. അപ്പോൾ അതുകൊണ്ട് അതും ഈ ഫണ്ടമെൻ്റൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസാണ്. അതുകൊണ്ട് ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് ഇ റേസ് ടു റൂട്ട് മൈനസ് ലാംഡ എക്സ് എസും ഇ റേസ് ടു മൈനസ് ലാംഡ എക്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുന്നതിന് പകരം ഇറ്റ് ഈസ് ഇനഫ് ടു റൈറ്റ് ആൽഫ കോസ് എച്ച് റൂട്ട് മൈനസ് ലാംഡ എക്സ് പ്ലസ് ബീറ്റ സൈൻ എച്ച് റൂട്ട് മൈനസ് ലാംഡ എക്സ് എഴുതിയാലും മതി.
അപ്പോൾ ഫോർ ദ ടൈം ബീയിങ് നമ്മൾ കുറച്ച് എളുപ്പത്തിന് വേണ്ടി, കൺവീനിയൻസിന് വേണ്ടി നമ്മൾ എക്സ്പോണൻഷ്യൽ ടേംസ് മാറ്റിയിട്ട് ഹൈപ്പർബോളിക് ഫംഗ്ഷനാക്കി മാറ്റിയിരിക്കുക. അപ്പോൾ ലാംഡ നെഗറ്റീവ് ആകുമ്പോൾ നമ്മുടെ എക്സ് ഓഫ് എക്സ് എന്തായി മാറുന്നു? ആൽഫ ബാർ കോസ് എച്ച് റൂട്ട് മൈനസ് ലാംഡ എക്സ് പ്ലസ് ബീറ്റ ബാർ സൈൻ എച്ച് റൂട്ട് മൈനസ് ലാംഡ എക്സ്. നമ്മൾ ഈ നേരത്തെ ആൽഫ ബീറ്റ ആയിരുന്നു, ആൽഫ ബാർ ബീറ്റ ബാർ ഒരു ചേഞ്ചിന് വേണ്ടി ഈ രണ്ട് ആർബിട്രറി കോൺസ്റ്റൻസ് ഒന്ന് മാറ്റിയെന്ന് മാത്രം. ഇനി നമ്മുടെ ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് നോക്കാം. നമുക്കറിയാലോ ഹൈപ്പർബോളിക് ഫംഗ്ഷൻ സൈൻ എച്ച് എക്സിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. സൈൻ എച്ച് 0 മാത്രമേ 0 ഉള്ളൂ, ബാക്കി എക്സ് സൈൻ എച്ചിൻ്റെ ഏതൊരു വാല്യൂവിനും നോട്ട് ഈക്വൽ ടു 0. അതുപോലെ കോസ് എച്ച് എക്സ്, കോസ് എച്ച് 0 ഇസ് 1. സോ പക്ഷേ കോസ് എച്ച് എക്സ് ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ 0. കോസ് എച്ച് എക്സ് ഒരിക്കലും 0 വരില്ല, ഈക്വൽ ടു 0യും വരില്ല. അതുപോലെ കോസ് എച്ച് എക്സ് എപ്പോഴും പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കും. അത് വെച്ച് നമുക്കൊന്ന് നോക്കാം. എക്സ് ഓഫ് 0 ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ ഇവിടെ 0 ഇസ് ഈക്വൽ ടു സൈൻ എച്ച് 0, ദിസ് ഹോൾ ടേം ബിക്കം 0 ആയിപ്പോയി. അപ്പോൾ ഇവിടെ മാത്രമേ വരുള്ളൂ ആൽഫ ബാർ കോസ് എച്ച് 0. 0 ഇസ് 1 ആണ് എനിവേ. അപ്പോൾ ആൽഫ ബാർ നമുക്ക് 0 വന്നാലേ പറ്റുള്ളൂ, സിൻസ് കോസ് എച്ച് 0 ഇസ് നോട്ട് ഈക്വൽ ടു 0. അത് ഇനി അപ്പോൾ ആൽഫ ബാർ ഓൾറെഡി 0 ആയിപ്പോയി. അപ്പോൾ എക്സ് ഓഫ് എൽ ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 0 ഇസ് ഈക്വൽ ടു ആൽഫ ബാർ ഓൾറെഡി 0. അപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ, ബീറ്റ ബാർ സൈൻ എച്ച് റൂട്ട് മൈനസ് ലാംഡ എൽ. സൈൻ എച്ച് റൂട്ട് മൈനസ് ലാംഡ എൽ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിട്ടുള്ള ടേം ആണല്ലോ, റോഡിൻ്റെ ഒരു ലെങ്താണ്. അപ്പോൾ എന്തായാലും നമുക്കറിയാം 0യിൽ മാത്രമേ സൈൻ എച്ച് 0 ഉള്ളൂ, ബാക്കി എല്ലാത്തിനും നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ സൈൻ എച്ച് ഓഫ് ദിസ് ടേം ഇസ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ എന്ത് 0 വരണം? ബീറ്റ ബാർ 0 വന്നാലേ പറ്റുള്ളൂ. അപ്പോൾ ആൽഫ ബാറും ബീറ്റ ബാറും 0 വന്നാൽ നമ്മുടെ ജനറൽ സൊല്യൂഷൻ എക്സ് ഓഫ് എക്സ് എന്ത് വരും? എപ്പോഴും ട്രിവിയൽ സൊല്യൂഷനേ വരുള്ളൂ. അതുകൊണ്ട് നമ്മുടെ സിസ്റ്റം 9 and 10 ഉണ്ടല്ലോ, ദ ബൗണ്ടറി വാല്യൂ പ്രോബ്ലമായിട്ട് ഇപ്പോൾ കൺവേർട്ട് ചെയ്തത്, ആ പ്രോബ്ലത്തിൽ ഡസ് നോട്ട് അഡ്മിറ്റ് എനി നെഗറ്റീവ് ഏഗൻ വാല്യൂ. ലാംഡ നെഗറ്റീവ് 0 ആകുമ്പോൾ നമുക്ക് ആ സിസ്റ്റത്തിൽ നോൺ ട്രിവിയൽ സൊല്യൂഷൻ ഇല്ലാത്തത് കൊണ്ട് അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഡസ് നോട്ട് അഡ്മിറ്റ് എനി നെഗറ്റീവ് ഏഗൻ വാല്യൂ. നൗ വി ക്യാൻ കൺസിഡർ ദ അതർ കേസ് വെൻ ലാംഡ ഈക്വൽ ടു 0. 0 ഏഗൻ വാല്യൂ എന്ത് സംഭവിക്കും നോക്കാം. വെൻ ലാംഡ ഈസ് ഈക്വൽ ടു 0 ഈസ് ഓൾസോ നോട്ട് എൻ ഏഗൻ വാല്യൂ. എന്താ കാരണം? ലാംഡ ഈക്വൽ ടു 0 വരുമ്പോൾ എക്സ് ഓഫ് എക്സ് ഇസ് ആൽഫ പ്ലസ് ബീറ്റ എക്സ്. അപ്പോൾ ബൗണ്ടറി കണ്ടീഷൻ എക്സ് ഓഫ് 0 കൊടുക്കുമ്പോൾ എന്ത് വരും? ആൽഫ 0 കിട്ടും. എക്സ് ഓഫ് എൽ കൊടുക്കുമ്പോൾ എന്ത് വരും? ആൽഫ ഓൾറെഡി 0 ആയി, അപ്പോൾ ബീറ്റ എൽ ഈക്വൽ ടു 0. എൽ എന്തായാലും 0 അല്ല. സോ വി ഹാവ് ടു റൈറ്റ് ബീറ്റ ഈക്വൽ ടു 0. ഈ കേസിലും എക്സ് ഓഫ് എക്സ് 0 വരും, ട്രിവിയൽ സൊല്യൂഷൻ ആണ്. സോ ഇൻ ദിസ് കേസ് സിസ്റ്റം ഡസ് നോട്ട് അഡ്മിറ്റ് ദ ഏഗൻ വാല്യൂ 0 ഓൾസോ. ഇനി അങ്ങനെ ആവുമ്പോൾ ഇനി നൗ വി ക്യാൻ കൺസിഡർ ദ തേർഡ് കേസ് when lambda is positive. lambda പോസിറ്റീവ് വരുമ്പോൾ നമ്മുടെ ജനറൽ സൊല്യൂഷൻ എന്തായിട്ട് എഴുതിയേക്കുന്നത്? ആൽഫ കോസ് റൂട്ട് ലാംഡ എക്സ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ആൽഫ കോസ് റൂട്ട് ലാംഡ എക്സ് പ്ലസ് ബീറ്റ സൈൻ റൂട്ട് ലാംഡ എക്സ്. ഇവിടെ നമുക്കൊന്ന് കൊടുത്തു നോക്കാം. എക്സ് ഓഫ് 0 വരുമ്പോൾ എന്ത് കിട്ടും? 0 ഇസ് ഈക്വൽ ടു ഇതെന്തായാലും 0 ആണ്. therefore 0 is equal to alpha cos 0. therefore alpha is equal to 0. അപ്പോൾ എക്സ് ഓഫ് എൽ ഈക്വൽ ടു 0 വരുമ്പോൾ 0 is equal to ആൽഫ 0 ആയിപ്പോയി, ബീറ്റ സൈൻ റൂട്ട് ലാംഡ എൽ. അപ്പോൾ എന്ത് വരാം? സൈൻ റൂട്ട് ലാംഡ എൽ ഇറ്റ് ക്യാൻ ബി 0. ഇപ്പോൾ സൈൻ റൂട്ട് ലാംഡ എൽ 0 വന്നാൽ റൂട്ട് ലാംഡ എൽ എന്ന് പറഞ്ഞാൽ എൻ പൈ, എൻ ഇസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. എൻ ഇസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. ഇവിടെ ബീറ്റ നമ്മൾ 0 എടുത്തുപോയി വീണ്ടും ട്രിവിയൽ സൊല്യൂഷൻ വരും. ഇവിടെ സൈൻ റൂട്ട് ലാംഡ എൽ 0 വരാവുന്ന കേസുണ്ട്. അപ്പോൾ 0 വരുന്ന എപ്പോഴായിരിക്കും? റൂട്ട് ലാംഡ എല്ലിന് എൻ പൈ ആണ്, എൻ ഇസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. അപ്പോൾ നമുക്ക് ലാംഡയുടെ വാല്യൂ കിട്ടേണ്ടത്, അപ്പോൾ റൂട്ട് ലാംഡ എന്ത് വരും? എൻ പൈ ബൈ എൽ. അപ്പോൾ ലാംഡ എന്ത് വരും? എൻ പൈ ബൈ എൽ ദ ഹോൾ സ്ക്വയർ. എൻ ഇസ് 1 is equal to പോസിറ്റീവ് ഇൻറ്റിജർ 1 2 3 എക്സെട്ര. അതാ പറയുന്നത്. വി ഡു നോട്ട് ഹാവ് ടു കൺസിഡർ എൻ നെഗറ്റീവ്. കാരണം എൻ നെഗറ്റീവ് എടുക്കേണ്ട ആവശ്യമില്ല, 2 റെപ്പിറ്റീഷൻ ആവും. സിൻസ് എൻ കറസ്പോണ്ട്സ് ടു ദ സെയിം സെറ്റ് ഓഫ് ഏഗൻ വാല്യൂസ് ആൻഡ് ഏഗൻ ഫങ്ഷൻസ്, സ്ക്വയർ വരുന്നത് കൊണ്ട്. ഹെൻസ് ലാംഡ ഇസ് എൻ ഏഗൻ വാല്യൂ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ലാംഡ ഈക്വൽ ടു എൻ പൈ ബൈ എൽ ദ ഹോൾ സ്ക്വയർ വെൻ എൻ ഇസ് ഈക്വൽ ടു 1 2 3. ഈ ലാംഡ ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ എക്സ് ഓഫ് എക്സ് എന്ത് വരുന്നു എന്ന് നമുക്ക് നോക്കാം. എക്സ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആൽഫ ഓൾറെഡി 0 ആയി, ബീറ്റയ്ക്ക് വി ക്യാൻ ടേക്ക് എനി ആർബിട്രറി വാല്യൂ. സൈൻ ഓൾറെഡി 0 ആയ സ്ഥിതിക്ക് ബീറ്റയ്ക്ക് നമുക്ക് എന്ത് വാല്യൂ കൊടുക്കാം? ഫോർ ദ ടൈം ബീങ് ലെറ്റ് us ടേക്ക് ബീറ്റ ആസ് 1. അപ്പോൾ എക്സ് ഓഫ് എക്സ് എന്ത് വരുന്നു? സൈൻ റൂട്ട് ലാംഡ എക്സ്. റൂട്ട് ലാംഡ എക്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് ലാംഡ ഇസ് എൻ പൈ ബൈ എൽ. അപ്പോൾ സൈൻ എൻ പൈ ബൈ എൽ എക്സ് വരും. എൻ ടേക്സ് എ വാല്യൂസ് 1 2 3 എക്സെട്ര ആൻഡ് ദേ ആർ യൂണിക്ലി defined by a multiplicative constant. Thus, the set of all solutions, initial solutions of the problem
9, 10 is an infinite sequence of eigenfunctions, each associated with a positive eigenvalue. It is convenient to use the notation xn is equal to sin n pi x by l, lambda n is equal to n pi by l the whole square, where n is equal to 1, 2, 3, etc. n is equal to 1, 2, 3. ഇത് ക്ലിയർ ആയോ? ഇവിടെ എക്സിന് n പൈ, n takes values 1, 2, 3, etc. അപ്പം നമുക്ക് ഓരോ എന്നിന് 1 കൊടുക്കുമ്പോൾ നമുക്ക് x1 എന്ന് ഡിനോട്ട് ചെയ്യാം, n 2 കൊടുക്കുമ്പോൾ x2 എന്ന് ഡിനോട്ട് ചെയ്യാം. അതനുസരിച്ച് ലാംഡ 1 ഉം ലാംഡ 2 എല്ലാം എഴുതണം. Therefore, it is convenient to use a notation xn and lambda n. ഇനി ഓക്കെ, അതവിടെ കിടക്കട്ടെ. ഇൻ ലീനിയർ ഓൾജിബ്ര വേറൊരു ടേം എൻ്റെ ഇടയിൽ വരിക, കഴിഞ്ഞിട്ടില്ല ഇതിൻ്റെ പ്രൂഫ്. ഇൻ ലീനിയർ ഓൾജിബ്ര an eigenvalue has multiplicity m if the space consisting of its eigenvectors is m dimensional. An eigenvalue with multiplicity 1 is called simple. An eigenvalue with multiplicity 1 is called a simple eigenvalue. അതുകൊണ്ട് hence the eigenvalue lambda n for the eigenvalue problem 9 and 10 are all simple. അപ്പോൾ സിമ്പിൾ എന്താണെന്ന് ചിലപ്പോൾ ചോദിക്കാം. എന്താണ് സിമ്പിൾ എന്ന് പറയാൻ കാരണം, ഒരു ഏഗൻ വാല്യൂവിന് മൾട്ടിപ്ലിസിറ്റി എം ഉണ്ടെങ്കിലാണ് എം ആവുന്നത്. എപ്പോഴായിരിക്കും? ഇഫ് ദ സ്പേസ് കൺസിസ്റ്റിംഗ് ഓഫ് ഇത് എം ഡയമെൻഷണൽ സ്പേസിലാണ് അതിൻ്റെ ഏഗൻ വെക്ടേഴ്സ് എങ്കിൽ നമുക്ക് എന്ത് പറയാം? ഏഗൻ വാല്യൂ ഹാസ് മൾട്ടിപ്ലിസിറ്റി എം. പക്ഷേ an eigenvalue with multiplicity 1 is called simple. നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്ന എല്ലാം 1 ഡയമെൻഷണൽ ആയ സ്ഥിതിക്ക് നമുക്ക് എന്ത് പറയാം? ഇവിടെ നമ്മുടെ ഏഗൻ വാല്യൂസ് ലാംഡ എൻസ് എല്ലാം സിമ്പിൾ ഏഗൻ വാല്യൂസ്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് what do you mean by simple ഏഗൻ വാല്യൂ എന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അത് കണ്ടിന്യൂഷൻ